Dear students, we were discussing about guided transmission media. നമ്മൾ പഠിച്ചു ട്രാൻസ്മിഷൻ മീഡിയ ഡാറ്റ കമ്മ്യൂണിക്കേഷനിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ്. സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ കൊണ്ടുപോകുന്നത് ട്രാൻസ്മിഷൻ മീഡിയയിൽ കൂടിയാണ്. അത് ഗൈഡഡ് ആകാം, അതായത് വയേർഡ്, ഓർ അൺഗൈഡഡ് ആകാം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. ഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ പല വെറൈറ്റിയിലുണ്ട്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ്. രണ്ടാമതായിട്ട് പഠിച്ചത് കൊയാക്സൽ കേബിൾ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിൾ. സോ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് എ ഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ. ആ കേബിൾ എന്നുള്ള വാക്ക് തന്നെ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. A fiber optic cable is made of glass or plastic and transmits signals in the form of light. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച രണ്ട് എക്സാമ്പിൾസിലും, അതായത് ട്വിസ്റ്റഡ് പെയറിലും കൊയാക്സൽ കേബിളിലും നമ്മൾ കണ്ടു കോപ്പർ കോറാണ് അല്ലെങ്കിൽ കോപ്പർ വയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്തുകൂടെ ഡാറ്റ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടാണ് സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ ഫൈബർ ഒപ്റ്റിക് കേബിളിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റി അല്ല ഉപയോഗിക്കുന്നത്, പകരം എന്താണ്? ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ലൈറ്റ് ആണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഈസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. ഒരു പ്രത്യേക വെറൈറ്റിയിലുള്ള ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് നിർമ്മിക്കാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഏബിൾ ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ലൈറ്റ് പൾസ് സീറോസ് ആൻഡ് വൺസിനെ റെപ്രസെന്റ് ചെയ്ത് ഈ കേബിളിനകത്തുകൂടി ഡാറ്റയെ കൊണ്ടുപോകും. Now, optical fiber uses reflection to guide light through a channel. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, എങ്ങനെയാണ് ലൈറ്റ് ഈ ഫൈബർ ഒപ്റ്റിക് കേബിളിൽ കൂടി സഞ്ചരിക്കുന്നത്? ലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി. ഒരു പ്രത്യേക രീതിയിലുള്ള റിഫ്ലക്ഷനാണ് ഇവിടെ ഡാറ്റ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ വി സേ ദാറ്റ് റിഫ്ലക്ഷൻ ഈസ് യൂസ്ഡ് ടു ഗൈഡ് ദ ഡാറ്റ ത്രൂ ദ ചാനൽ. Reflection of light. A glass or plastic core is surrounded by a cladding of less dense glass or plastic. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് ഇനി പറയാൻ പോവുകയാണ്. നമ്മളൊരു ഫൈബർ ഒപ്റ്റിക് കേബിൾ എടുത്ത് അതിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനൊക്കും നടുക്ക് ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് ഒരു ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് കോർ, ഗ്ലാസ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോർ പാർട്ട് നമുക്ക് കാണാം. എങ്ങനെയാണോ കൊയാക്സൽ കേബിളിൽ ആ തടിച്ച കോപ്പർ കോർ ഉള്ളത്, അതുപോലെ സെൻട്രലിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് സെൻട്രൽ കോർ ഉണ്ടാകുന്നത്. അതിന് ചുറ്റുമായിട്ട് ലെസ് ഡെൻസിറ്റി ഉള്ള അഥവാ ലെസ് ഡെൻസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഗ്ലാസോ പ്ലാസ്റ്റിക്കോ. അപ്പോൾ പ്ലാസ്റ്റിക് തന്നെയാണ് സെൻട്രൽ കോറായിട്ടും പ്ലാസ്റ്റിക് തന്നെ ആയിട്ടാണ് അതിൻ്റെ ചുറ്റും, അതായത് സെൻട്രൽ കോറിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നതിനെ പറയുന്ന പേരാണ് ക്ലാഡിംഗ് എന്ന് പറയും. ക്ലാഡിംഗ് ഈസ് എ സറൗണ്ടിങ് ഓഫ് ദ കോർ. ആ കോറിൻ്റെ ചുറ്റും വരുന്ന ലെയർ ആയിട്ടാണ് ക്ലാഡിങ് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. The difference in the density of the two materials must be such that a beam of light moving through the core is reflected off the cladding instead of being refracted into it. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്. ലൈറ്റ് ഒരു പ്രത്യേക ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഉള്ള ഒരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന് റിഫ്രാക്ഷൻ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന സെൻട്രൽ കോറും അതിൻ്റെ ക്ലാഡിങ്ങും ഒരു പ്രത്യേക രീതിയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യസ്തമാണ്. ഇതെന്തിനാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈറ്റ് ഒരു പ്രത്യേക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള സെൻട്രൽ കോറിൽ നിന്ന് സഞ്ചരിച്ച് പുറത്തേക്കിറങ്ങി ക്ലാഡിങ്ങിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, ആ സെപ്പറേഷൻ പോയിന്റിൽ റിഫ്ലക്ഷന് പകരം റിഫ്രാക്ഷന് പകരം റിഫ്ലക്ഷൻ നടക്കത്തക്ക രീതിയിലാണ് നമ്മൾ ആ
ഡെൻസിറ്റി ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് റിഫ്രാക്റ്റിംഗ്, നമ്മൾ സാധാരണ രീതിയിൽ റിഫ്രാക്ഷനാണ് സഞ്ചരിക്കേണ്ടത്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എയറിൽ നിന്ന് വാട്ടറിലേക്കും വാട്ടറിൽ നിന്ന് അതുപോലെ തന്നെ എയറിലേക്കും ഒക്കെ പോകുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാഡിങ്ങും സെൻട്രൽ കോറിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇൻ കേസ് ലൈറ്റ് ഈ സെൻട്രൽ കോറിൽ കൂടെ പോയി അതിൻ്റെ ക്ലാഡിങ്ങിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വെച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഈ സെൻട്രൽ കോറിലേക്ക് തന്നെ അത് പോകണം. അല്ലാതെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യസ്തമായിട്ടുള്ള ഈ ക്ലാഡിങ്ങിലേക്ക് പ്രവേശിക്കരുത്. ഈ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ സാധാരണ രീതിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. ഈ ഡയഗ്രത്തിനകത്ത് മോർ ഡെൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മെറ്റീരിയലിൽ നിന്ന് ലെസ് ഡെൻസ് ഉള്ള ഒരു മെറ്റീരിയലിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോഴത്തേന് നിങ്ങൾക്കറിയാം നോർമലിൽ നിന്ന് അത് റിഫ്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനൊക്കും. ഓക്കെ, ഐ എന്ന് കാണിച്ചിരിക്കുന്നത് ഒരു ക്രിട്ടിക്കൽ ആംഗിളാണ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമലിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടിരിക്കുന്ന ലൈറ്റ് ബീം നടത്തുന്ന ഒരു ആംഗിളാണ്, അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളാണ്. നിങ്ങൾ ലെഫ്റ്റ് ബ്ലൂ കളേർഡിൽ ഒന്ന് പരിശോധിച്ച് ഐ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഐ ഇൻഡിക്കേറ്റ്സ് ദ വാല്യൂ ഓഫ് ദ ലൈറ്റ് ബീം മേക്കിംഗ് വിത്ത് ദ നോർമൽ. നോർമലിലേക്ക് ഈ ലൈറ്റ് ബീം മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് അവിടെ ഐ എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂവിൽ ഇൻസിഡൻ്റ് ആവുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, മോർ ഡെൻസിൽ നിന്ന് ലെസ് ഡെൻസിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നോർമൽ നിങ്ങൾ കണ്ടോ, നോർമലിൽ നിന്ന് ഇത് റിഫ്രാക്റ്റ് ചെയ്ത് മാറുന്നു. ഇനി മോർ ഡെൻസിൽ നിന്ന് ലെസ് ഡെൻസിലേക്ക് ക്രിട്ടിക്കൽ ആംഗിൾ, കൃത്യമായിട്ട് ക്രിട്ടിക്കൽ ആംഗിളിലെ വാല്യൂവിൽ ഇൻസിഡൻ്റ് ആക്കുകയാണ്. അപ്പം രണ്ടാമത്തെ ഡയഗ്രം നോക്കിയാൽ ഐ ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ. അത് ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക് ആണ് ഒരു മീഡിയത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗ്ലാസിനെയോ പ്ലാസ്റ്റിക്കിനെയോ സംബന്ധിച്ചിടത്തോളം. അതിനെല്ലാത്തിനും ഒരു ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നോർമലുമായിട്ട് ഇൻസിഡൻറ്റ് റേ മേക്ക് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ആംഗിളാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അവിടെ ഒരു സവിശേഷതയുണ്ട്, എന്താണെന്ന് നോക്കി. ഐ ക്രിട്ടിക്കൽ ആംഗിളിൽ തന്നെയാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ റോസ് കളറിൽ കാണിച്ചിരിക്കുന്ന ലൈറ്റ് ബീം എങ്ങനെയാണ് റിഫ്രാക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. സർഫസിന്, അതായത് ആ ബ്ലൂവും വൈറ്റുമായിട്ട് ലെസ് ഡെൻസും മോർ ഡെൻസുമായിട്ട് കാണിച്ചിരിക്കുന്ന സെപ്പറേഷൻ പോയിന്റിന് പാരലായിട്ട് മൂവ് ചെയ്യുകയാണ്. തൊട്ട് മുമ്പ് കാണിച്ചിരിക്കുന്നതിനകത്ത് പാരലല്ല, അത് കടന്ന് പോവുകയാണ്. ഇവിടെ നോക്കിയേ സർഫസുമായിട്ട് പോകുന്നു. ഇനി മൂന്നാമത്തെ ഡയഗ്രം നോക്കിയേ. ഇഫ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ഐ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആയിട്ടാണ് ഇൻസിഡൻ്റ് ആവുന്നതെങ്കിൽ മൂന്നാമത്തെ ഡയഗ്രത്തിൽ നോക്കിയാൽ മോർ ഡെൻസിൽ നിന്ന് ഒരു ലൈറ്റ് റേ ലെസ് ഡെൻസ് ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സെപ്പറേഷൻ പോയിന്റിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നോർമലിൽ നിന്ന് ഈ ഇൻസിഡൻ്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. എന്താ അവിടെ നടക്കുന്നത്? റിഫ്രാക്ഷന് പകരം റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്നാമത്തെ ഡയഗ്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് എപ്പോഴും ഇൻസിഡൻ്റ് ചെയ്യുന്ന ലൈറ്റ് റേ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് ഈ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിഫ്രാക്ഷന് പകരം റിഫ്ലക്ഷൻ നടക്കും. ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ ബേസിക്കലി ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് ഉള്ളിൽ തന്നെ ഒരു ലൈറ്റ് ബീം, ഒരു ലൈറ്റ് റേ ഇൻസിഡൻ്റ് ആക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ റിഫ്ലക്ഷൻ ഇങ്ങനെ നടക്കണം. റിഫ്ലക്ഷൻ ടോപ്പിൽ നടന്നിട്ട് ആ റിഫ്ലക്റ്റഡ് റേ തിരിച്ച് താഴത്തെ സർഫസിലേക്ക് പോകുമ്പോൾ താഴത്തെ സർഫസിൽ എന്തിരിപ്പുണ്ട്? സെപ്പറേഷൻ ഉണ്ട്, അവിടെയും റിഫ്ലക്ഷൻ നടക്കണം. അങ്ങനെ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻസ് ആണ് നമ്മൾ ലൈറ്റ് റേക്ക് കൊടുക്കുന്നത് ഒരു എൻഡിൽ നിന്ന്. നിങ്ങൾ ഈ ഡയഗ്രം നോക്കി അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഈ സെൻറ്ററും റിസീവറും സിംബോളിക്കായിട്ട് ഞാൻ കാണിച്ചിരിക്കുക. സെൻഡിങ് സൈഡിലെ ഒരു LED സോഴ്സിൽ നിന്ന് വളരെ തിന്നായിട്ടുള്ള ഒരു ലൈറ്റ് റേ ബീം ഇൻസിഡൻ്റ് ആക്കുക. എങ്ങനെ ഇൻസിഡൻ്റ് ആക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ ഇൻസിഡൻ്റ് ആക്കുന്നത് നടുക്ക് കാണിച്ചിരിക്കുന്ന കോർ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഗ്ലാസ് ആണ്. അതിന് ചുറ്റുമുള്ള ക്ലാഡിങ്ങിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ റൗണ്ട് ആയിട്ടിരിക്കുക, നിങ്ങൾക്കറിയാം, ഒരു വയറിൻ്റെ രൂപത്തിലായി ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ നടുക്കൂടെ അത് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഉള്ളതാണ് നിങ്ങൾ ഈ ഡയഗ്രത്തിനകത്ത് കാണുന്നത്. അപ്പോൾ ഇൻസിഡൻ്റ് റേ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടാണ് വന്ന് പ്രവേശിക്കുന്നത്. എവിടെ പ്രവേശിക്കുന്നത്? കോറിൽ കൂടി പ്രവേശിച്ച് ഈ ലൈറ്റ് റേ ഇങ്ങനെ പോയി ക്ലാഡിങ്ങിലേക്ക് എത്തുകയാണ്. ആ സെപ്പറേഷൻ പോയിന്റിൽ വെച്ച് എന്താ നടക്കുന്നതെന്ന് നോക്കിയേ.
ക്ലാഡിങ് തുളച്ച് ഈ ലൈറ്റ് റേ പോകാതെ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. റിഫ്ലക്റ്റ് ചെയ്ത റേ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ സെൻട്രൽ കോറിൽ കൂടെ തന്നെ സഞ്ചരിച്ച് അതിൻ്റെ താഴത്തെ സർഫസിലേക്ക് എത്തുന്നു. താഴെ സർഫസ് ഓഫ് സെപ്പറേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാഡിങ് കിടക്കുക. അവിടെയും എന്തായിരിക്കും ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേ, ഈ ഇൻസിഡൻ്റ് ആവുന്ന റേ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും അവിടെയും. അവിടെ എന്ത് സംഭവിക്കും, വീണ്ടും റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ ഒരു പോയിന്റിൽ ഇൻസിഡൻ്റ് ആവുന്ന ഈ ലൈറ്റ് റേ ഈ ട്യൂബിനകത്തുകൂടി റിഫ്ലക്റ്റ് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരും. കിലോമീറ്റേഴ്സ് ദൂരമുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. നിങ്ങൾക്കറിയാം ലൈറ്റിൻ്റെ സ്പീഡും ഒരു സെക്കൻഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇൻസിഡൻ്റ് ആവുന്ന റേ വളരെ ക്വിക്കായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. ഈ ഇൻസിഡൻ്റ് ആവുന്ന ലൈറ്റ് റേ ഉണ്ടല്ലോ, ആ ലൈറ്റ് റേക്കകത്താണ് 0 ആണോ 1 ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂ എൻകോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് റേ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നടുക്ക് പ്ലാസ്റ്റിക്കാണ്, അതിൻ്റെ ചുറ്റും പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കോറും ക്ലാഡിങ്ങിനെയും ചുറ്റി ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും കൂടെ ഉണ്ട്. എന്ത് പ്ലാസ്റ്റിക് കോട്ടിങ്? അതായത് പ്രൊട്ടക്ഷൻ ചെയ്യണം. നമ്മുടെ കേബിളിൻ്റെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന കേബിളിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറിലോ വൈറ്റ് കളറിലോ ഒരു കവറുണ്ടല്ലോ, അത് പ്രൊട്ടക്ഷൻ ഷീറ്റ്. അതിനുള്ളിൽ യഥാർത്ഥത്തിൽ കോപ്പർ കേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കോപ്പർ കേബിളോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയൊക്കെ വയേഴ്സാണ് സാധാരണ കാണുന്നതെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്ലാസ്റ്റിക് കാണാൻ, ഏറ്റവും സെൻട്രലായിട്ട് മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ കോറും കാണാനൊക്കും. ഇനി ഇപ്പോൾ ബേസിക് കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെല്ലാം വെറൈറ്റിയിലാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മിക്കുന്നത്, എന്തെല്ലാം വെറൈറ്റിയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഡിഫറെൻറ്റ് പ്രൊപ്പഗേഷൻ മോഡ്സ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ത്രൂ ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഫൈബർ ഒപ്റ്റിക് കേബിളിനകത്തൂടെ വ്യത്യസ്തമായ പ്രൊപ്പഗേഷൻ മോഡുകളിൽ ഡാറ്റകൾ അയക്കാറുണ്ട്. ഓരോ വ്യത്യസ്തമായ പ്രൊപ്പഗേഷൻ മോഡ് കൊണ്ടുപോകാൻ വ്യത്യസ്തമായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉണ്ട്. ബേസിക്കലി ഇതിൻ്റെ എല്ലാം പ്രിൻസിപ്പിൾ ഒന്നാണ്. ലൈറ്റ് റേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ വാല്യൂയിലുള്ള ഒരു ആംഗിളിൽ സെൻറ്ററിൽ നിന്ന് അഥവാ സോഴ്സിൽ നിന്ന് ഇൻസിഡൻ്റ് ആവുന്ന ലൈറ്റ് റേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമായി ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. മൾട്ടി മോഡ് ആൻഡ് സിംഗിൾ മോഡ് ആർ ദ 2 മോഡ്സ്. അതിൽ മൾട്ടി മോഡിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡെന്നും ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡെന്നും ഉണ്ട്. അപ്പോൾ പല വെറൈറ്റിയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ നിങ്ങൾക്ക് കാണാനൊക്കും. ആദ്യം മൾട്ടി മോഡ് നോക്കാം. മൾട്ടി മോഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബീംസ് ഫ്രം ദ ലൈറ്റ് സോഴ്സ് മൂവ് ത്രൂ ദ കോർ ഇൻ ഡിഫറെൻറ്റ് പാത്ത്സ്. നമ്മൾ സാധാരണ രീതിയിൽ വിചാരിക്കും ഈ സെൻറ്ററിൽ നിന്ന് ഒറ്റ ഒരു ലൈറ്റ് റേ മാത്രം ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ സെൻട്രൽ കോറിലേക്ക് ഇൻസിഡൻ്റ് ആവുന്ന ഡയഗ്രം നിങ്ങൾ കണ്ടു. എന്നാൽ മൾട്ടിപ്പിൾ മോഡ് ഫൈബേഴ്സിനകത്ത് ഒന്നിൽ കൂടുതൽ ലൈറ്റ് റേ ഇൻസിഡൻ്റ് ആക്കാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ ചെയ്യാമെന്ന്. അത് ഇതിനകത്ത് ഞാനൊരു ഡയഗ്രം കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഏറ്റവും ടോപ്പിൽ ഒരു മൾട്ടി മോഡിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്നതിനകത്ത് നിങ്ങൾ കണ്ടോ ലൈറ്റ് റേസ് ഇൻസിഡൻ്റ് ആക്കുന്നത്. ഈ ലൈറ്റ് റേ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ആംഗിളുകളിലാണ് അയക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിനെ ഇൻ്റർഫിയർ ചെയ്യാതെ കടന്നു പോകുന്ന രീതിയിലുള്ള വളരെ തിന്നായിട്ടുള്ള ലൈറ്റ് റേ ആകുമ്പോൾ ഈ ഒന്നിൽ കൂടുതൽ ഇൻസിഡൻ്റ് ആയാലും ഇത് തമ്മിൽ എന്ത് ചെയ്യത്തില്ല, തമ്മിൽ മീറ്റ് ചെയ്യാത്ത രീതിയിൽ പ്രത്യേകമായിട്ടുള്ള ആംഗിളിലായിരിക്കും. എന്നാൽ ക്രിട്ടിക്കൽ ആംഗിളിന് കൂടുതലുമായിട്ടായിരിക്കും ഇത് അയക്കാൻ പോകുന്നത്, ആ ടോപ്പിൽ കാണിച്ചിരിക്കുന്നത് പോലെ. മനസ്സിലായോ? അപ്പോൾ മൾട്ടി മോഡ് എന്ന് പറയുന്ന ഫൈബറിനകത്ത് മൾട്ടിപ്പിൾ ബീംസ് വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ ഇൻസിഡൻ്റ് ആക്കുന്നു. എവിടുന്ന്? സോഴ്സിൽ നിന്ന്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകളുടെ ഒന്നിൽ കൂടുതൽ സെൻറ്റർ ഒരേ സമയത്ത് ഒരേ കേബിളിനകത്തൂടെ ഡാറ്റകൾ അയക്കാനൊക്കും, തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യാതെ. ഇപ്പം സെൻറ്റർ എ, സെൻറ്റർ ബി, സെൻറ്റർ സി, ഇത് മൂന്നും ഒരു കേബിളിനകത്തൂടെ ഡാറ്റ അയക്കാനൊക്കും വ്യത്യസ്ത ഇൻസിഡൻ്റ് ആംഗിളിൽ. ഈ ഇൻസിഡൻ്റ് ആവുന്ന ലൈറ്റ് റേ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ റിഫ്ലക്റ്റഡ് റേ പോലും ഈ അതിനകത്തുള്ള മറ്റൊരു ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യത്തില്ല. അത്ര സൂക്ഷ്മമായിട്ടുള്ള ലെവലിലുള്ള ഇൻസിഡൻസ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് മൾട്ടി മോഡെന്ന് പറയുന്നത്. So in multi-mode index fiber, the density of the core remains constant from the center to the edges.
അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സെൻട്രൽ കോർ എടുക്കുകയാണെങ്കിൽ മൾട്ടിമോഡ് ഫൈബറിനകത്ത് ഉള്ള പ്രത്യേകത അതിനകത്ത് നടുക്കത്തെ കോറിൻ്റെ പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ കോറിനൊരു കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർ ഡെൻസിറ്റി, ക്ലാഡിങ്ങിന് മറ്റൊരു ഡെൻസിറ്റി, അങ്ങനെ യൂണിഫോം ആയിട്ട് ത്രൂ ഔട്ട് സെൻട്രൽ കോറിൽ ഒരേ പിന്നെ ഡെൻസിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എ ബീം ഓഫ് ലൈറ്റ് മൂവ്സ് ത്രൂ ദിസ് കോൺസ്റ്റന്റ് ഡെൻസിറ്റി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ ഇൻ്റർഫേസ് ഓഫ് ദ കോർ ആൻഡ് ദ ക്ലാഡിംഗ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയഗ്രത്തിനകത്ത് തന്നെ ഞാൻ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും ടോപ്പിൽ നോക്കിക്കേ, ഇൻസിഡൻ്റ് ആവുന്ന ലൈറ്റ് റേ ഈ റോസ് കളറിലെ സെൻട്രൽ കോറിലേക്ക് നീങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ എത്തും. എവിടം വരെ എത്തും? ആ സെപ്പറേഷൻ പോയിന്റ്, ക്ലാഡിങ്ങുമായിട്ടുള്ള സെപ്പറേഷൻ പോയിന്റ് വരെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും പോകുന്നത്. അവിടെ വെച്ച് എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ നടക്കും. റിഫ്ലക്ഷൻ നടത്തി വീണ്ടും സ്ട്രെയിറ്റ് ലൈനിലാണ് താഴോട്ട് വരുന്നത്. താഴോട്ട് വന്നിട്ട് സെപ്പറേഷൻ പോയിന്റ് വരുമ്പോൾ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത് മൾട്ടിമോഡിനകത്ത് ഈ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു ബീം ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റ് റേ പിന്നെ സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിച്ച് ഇത് ആ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ കോർ ആൻഡ് ദി ക്ലാഡിങ്ങിൻ്റെ അവിടെ എത്തിച്ചേരും. എവിടെ? മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത്. ഇനി ഇൻ്റർഫേസിൽ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ പാർട്ടിൽ എന്ത് സംഭവിക്കും? ദർ ഈസ് ആൻ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡ്യൂ ടു ദ ലോ ഡെൻസിറ്റി. ലോ ഡെൻസിറ്റി ആയിട്ടുള്ളതാണ് ക്ലാഡിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ ഡെൻസിറ്റിയെക്കാളും ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർ ഡെൻസിറ്റി ഉള്ള ക്ലാഡിംഗ് അനുഭവപ്പെടുന്ന ഉടനെ തന്നെ എന്ത് സംഭവിക്കും? ലൈറ്റ് റേ ഇറ്റ് ഓൾട്ടേഴ്സ് ദ ആംഗിൾ ഓഫ് ദ ബീംസ് മോഷൻ. ആ ബീമിൻ്റെ മോഷൻ്റെ ആംഗിളിനെ അത് ബാധിക്കുകയും ഉടനെ തന്നെ അത് എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, ദ ടേം സ്റ്റെപ്പ് ഇൻഡെക്സ് റെഫേഴ്സ് ടു സഡൻനെസ് ഓഫ് ദിസ് ചേഞ്ച് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡിസ്റ്റോർഷൻ ഓഫ് ദ സിഗ്നൽ ആസ് ഇറ്റ് പാസസ് ത്രൂ ദ ഫൈബർ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നത് ഈ ഇൻ്റർഫേസിൽ വെച്ചിട്ട് സഡൻ ആയിട്ടുണ്ടാകുന്ന ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വേരിയേഷൻ കാരണം അതിനുണ്ടാകുന്ന അബറേഷൻ, അതിന് സ്ട്രെയിറ്റ് ലൈനിൽ പോകാതെ ഉണ്ടാകുന്ന വളവ്, അത് റിഫ്ലക്ഷനായിട്ടാണ് മാറുന്നത്. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുകയാണ്. അതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വെറൈറ്റി മൾട്ടിമോഡിൽ നമ്മൾ പഠിച്ചത്, മൾട്ടിമോഡ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻസിഡന്റ് റേ ഉണ്ട്. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറാണ്. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ multi-mode graded index fiber decreases this distortion of the signal throughout the cable. The word index refers to index of refraction, and we see above that the index of refraction is related to density. Density no refraction index നമ്മൾ പരിശോധിക്കുമ്പം ഗ്രാജുവൽ ആയിട്ടുള്ള വേരിയേഷനാണ്, കോൺസ്റ്റൻ്റ് അല്ല ഇവിടെ നിൽക്കുന്നത്. മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് a graded index fiber is one having varying intensity. സെൻട്രൽ കോർ നമ്മൾ പരിശോധിച്ചാൽ സെൻട്രൽ കോറിൻ്റെ ഏറ്റവും സെൻറ്ററിൽ നിന്ന് അത് പിന്നെ മുകളിലേക്ക് വന്ന് ആ സെൻട്രൽ കോർ തന്നെ ആണ്. പക്ഷേ ആ സെൻട്രൽ കോറിൻ്റെ പിന്നെ ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള ആ സർക്കംഫറൻസ് ഉണ്ടല്ലോ, അവിടെ എത്തുന്നതും വരെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ കോർ മൊത്തം ഒറ്റ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല. അപ്പം സെൻട്രലിൽ നിന്ന് ഗ്രാജുവലായിട്ട് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള കോറാണുള്ളത്. ഇനി ക്ലാഡിങ്ങോ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അവിടെ ആ സെപ്പറേഷൻ്റെ അവിടെയും വീണ്ടും നല്ല രീതിയിലുള്ള വേരിയേഷൻ അനുഭവപ്പെടും. പക്ഷേ ഇൻറ്റേർണലി തന്നെ വെറൈറ്റി ഉണ്ട്. ഇനി ഡെൻസിറ്റി ഈസ് ഹയസ്റ്റ് അറ്റ് ദ സെൻറ്റർ ആൻഡ് ഡിക്രീസസ് ഗ്രാജുവലി ടു ദ ലോവസ്റ്റ് അറ്റ് ദ എഡ്ജ്. അതായത് സെൻട്രലിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയും കോറിൻ്റെ മാത്രമാണ് പറയുന്നത്. കോർ മാത്രമായിട്ട് നിങ്ങൾ എടുക്കണം. ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ നടുക്കത്തെ കോറിൻ്റെ സെൻറ്ററിൽ കൂടുതൽ ഡെൻസിറ്റിയും അതിൻ്റെ എഡ്ജ് അതിൻ്റെ ബൗണ്ടറിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഡെൻസിറ്റി കുറവ്. ക്ലാഡിംഗ് ഇതിനേക്കാളും വളരെ വ്യത്യസ്തമായ ലോ ഉള്ള ഇതാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ബെൻഡിങ് നടക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് നോക്കിയേ, രണ്ടാമത്തെ ഡയഗ്രം. ഈ രണ്ടാമത്തെ ഡയഗ്രത്തിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഇൻസിഡൻ്റ് ആവുന്ന ലൈറ്റ് റേ ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ല പോകുന്നത്. എന്തുകൊണ്ടാണ് അതിങ്ങനെ ഒരു ബെൻഡിങ് നേച്ചറിൽ പോകുന്നത്? കാരണം ഇതിനകത്ത് ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ട് കോറിൽ തന്നെ. ഈ പാത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് എന്തായാലും ഇത് ആ സെപ്പറേഷൻ ഇൻ്റർഫേസിൽ എത്തിച്ചേരുമ്പോഴത്തേന് അവിടെ നിന്ന് ഒരു റിഫ്ലക്ഷൻ നടക്കുന്നത് കാണാം. റിഫ്ലക്ഷനും ഒരു ബെൻഡിങ് നേച്ചറാണ്. അതായത് പ്രോപ്പർ സ്ട്രെയിറ്റ് ലൈൻ റിഫ്ലക്ഷൻ അല്ല നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ ലൈറ്റ് റേ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കോറിനകത്തേക്ക് തന്നെ പോകും. കോറിനകത്തേക്ക് പോയി ഇത് എവിടെ എത്തും?
താഴത്തെ പോർഷനിലെത്തും. അവിടെയും സെപ്പറേഷൻ ഉള്ളിടത്ത് എന്ത് വെച്ചിരിക്കും, വീണ്ടും റിഫ്ലക്ഷൻ നടക്കും. പക്ഷേ റിഫ്ലക്ഷൻ ആണെങ്കിലും സ്ട്രെയിറ്റ് ലൈനിലല്ല പോകുന്നത്, ആ ഒഴുക്ക് നിങ്ങൾക്ക് കാണാം. എന്തായാലും ഈ ഗ്രേഡഡ് ഇൻഡെക്സിൽ കൂടി പോകുന്ന ലൈറ്റ് റേ ആയാലും ഡെസ്റ്റിനേഷനിലേക്ക് ഫൈനലി എത്തിച്ചേരുന്നതായിരിക്കും. അങ്ങനെ ഏറ്റവും ടോപ്പിൽ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സും നടുക്ക് മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്, സിംഗിൾ മോഡ്. സിംഗിൾ മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ മോഡ് ഫൈബർ യൂസസ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. പഴയ പോലെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് എ ഹൈലി ഫോക്കസ്ഡ്, ഒറ്റ ബീമേ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അതിനെ സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് വിളിക്കുന്നത്. സ്റ്റെപ്പ് ഇൻഡെക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഗ്രാജുവൽ ആയിട്ടുള്ള വേരിയേഷൻ ഒന്നുമില്ല, എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോറും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാഡിങ്ങും. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സിംഗിൾ സോഴ്സ് ഓഫ് ലൈറ്റ് മാത്രമേ ഇവിടെ ഇൻസിഡൻ്റ് ആക്കൂ. ഓക്കെ, എ ഹൈലി ഫോക്കസ്ഡ് സോഴ്സ് ഓഫ് ലൈറ്റ് ദാറ്റ് എമിറ്റ്സ് എ ബീം ടു എ സ്മോൾ റേഞ്ച് ഓഫ് ആംഗിൾസ് ഓൾ ക്ലോസ് ടു ഹൊറിസോണ്ടൽ. ഓക്കെ, ഏകദേശം ഹൊറിസോണ്ടൽ ലെവലിലേക്ക് പോകുന്ന രീതിയിലുള്ള പിന്നെ ട്രാൻസ്മിഷനാണ് നടക്കാറുള്ളത്. ഏകദേശം ഹൊറിസോണ്ടലായിട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. നിങ്ങൾ ഡയഗ്രം ഒന്ന് നോക്കിക്കുക, ഇതാ ഏറ്റവും താഴെ നോക്കിക്കുക, സിംഗിൾ ഇൻഡെക്സിൽ ലൈറ്റ് റേ എങ്ങനെയാണ് പോകുന്നതെന്ന്. അവിടെ ഒന്നിൽ കൂടുതൽ പിന്നെ എന്തില്ല, ഇൻപുട്ട് സിഗ്നൽസ് ഇല്ല. പക്ഷേ ചെറിയൊരു ആംഗിളെ മേക്ക് ചെയ്യുന്നു, ഏകദേശം ഹൊറിസോണ്ടൽ. അതായത് ഇവിടുന്ന് ലൈറ്റ് റേ കയറി കഴിഞ്ഞാൽ അത് ഈ ക്ലാഡിങ്ങും ഈ കോറുമായിട്ടുള്ള സെപ്പറേഷൻ എത്തണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരം സഞ്ചരിക്കണം. അപ്പോൾ ചെറിയ ഒരു പിന്നെ ഏകദേശം ഹൊറിസോണ്ടലിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇൻസിഡൻ്റ് ആവുന്ന ലൈറ്റ് റേ വളരെ ദൂരത്ത് എത്തിയിട്ട് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, റിഫ്ലക്റ്റ് ചെയ്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടത്തൂ. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒരു സിഗ്നൽ അല്ലേ അതിനകത്ത് പോകുന്നുള്ളൂ. ഓക്കെ, ദ സിംഗിൾ മോഡ് ഫൈബർ ഇറ്റ്സെൽഫ് ഈസ് മാനുഫാക്ചർഡ് വിത്ത് എ സ്മോളർ ഡയമീറ്റർ ദാൻ ദാറ്റ് ഓഫ് എ മൾട്ടി മോഡ് ഫൈബർ. ഇനി ഇതിൻ്റെ കോർ എന്ന് പറയുന്നതും വളരെ തിന്നാണ്. കാരണം കൂടുതൽ നമ്പർ ഓഫ് സിഗ്നൽസ് ഇല്ലാത്തത് കൊണ്ട് സെൻട്രൽ കോർ വളരെ തിന്നാണ്. കാരണം ഒറ്റ ഒരു സിഗ്നൽ മാത്രമേ പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഉപയോഗിച്ചും ഡാറ്റ കൊണ്ടുപോകാനൊക്കും. ഈ ലൈറ്റ് റേക്കകത്താണ് 0ക്കും 1നും പിന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് ലൈറ്റ് സിഗ്നൽസ് വേണ്ടുന്നത്. കൺസ്ട്രക്ഷൻ നിങ്ങൾ കണ്ടു, സിമ്പിളാണ്. 2 ലെയറുകളേ ഉള്ളൂ, നടുക്കൊരു കോറും ഉണ്ട്, പിന്നെ അതിന് ചുറ്റും ഒരു ക്ലാഡിംഗ് എന്ന് പറയുന്നത്, അതിനെ ഒരു പ്ലാസ്റ്റിക് ഷീത്ത് ഉപയോഗിച്ച് പ്രൊട്ടക്ഷനും കൊടുക്കുന്നു. ഓക്കെ, ഇതാണുള്ളത്. ഇനി നമ്മൾ ഫൈബർ ടൈപ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ചില ഫിഗേഴ്സാണ് എഴുതിയിരിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി തൊട്ട് മുമ്പ് പഠിപ്പിച്ചിടം എഴുതേണ്ടുന്നത്. ടൈപ്പ് 50/125, 62.5/125, ഇതൊക്കെ പിന്നെ പല രീതിയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പേരുകൾ കൊടുത്തിരിക്കുക. കോറിൻ്റെ പിന്നെ മൈക്രോമീറ്റർ, പിന്നെ ഡയമീറ്റർ, ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ പേര്, ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി ഓർത്തിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു. ഇനി ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയാൽ, ക്ലാഡിങ് നിങ്ങൾ കണ്ടോ, ഒരു ആഷ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതിന് ചുറ്റും എന്തുണ്ട്, പ്ലാസ്റ്റിക് ബഫറുണ്ട്. പ്ലാസ്റ്റിക് ബഫറിന് ഉള്ളിലായിട്ടാണ് ക്ലാഡിങ് ഉള്ളത്. ഈ ക്ലാഡിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലാഡിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് കോർ കണ്ടോ. അപ്പോൾ ക്ലാഡിങ്ങും ഗ്ലാസും ഇത്രയേ ഉള്ളൂ സംഭവം. ബാക്കി കാണിച്ചിരിക്കുന്ന ഈ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം ഇത് ഒടിഞ്ഞു മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. അതിനൊരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ടർ ജാക്കറ്റ് ഉള്ളത്. പിന്നെ ഡൂ പോയിൻ്റ് കെവ്ലാർ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരിക്കുക, അതായത് ബെൻഡ് ചെയ്താൽ ഒടിയരുത്. ഇപ്പോൾ കണ്ടോ, ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾ കാണിച്ചു, ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ ഇതിന് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഇത് ഒടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് അതിനകത്തൂടെ പോകുന്നതിനെ അഫക്റ്റ് ചെയ്യും. ചെറിയൊരു ബെൻഡിങ് വെക്കും, പക്ഷേ അതിന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡൂ പോയിൻ്റ് കെവ്ലാർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. റോസ് കളറിൽ ഒന്നും ലൈറ്റുമായിട്ടൊരു ബന്ധമില്ല, ആകെ ക്ലാഡിങ്ങും ഗ്ലാസും മാത്രമേ അതിന് ബന്ധമുള്ളൂ. അപ്പോൾ ഔട്ടർ ജാക്കറ്റ് സാധാരണ രീതിയിൽ PVC ഓർ ടെഫ്ലോൺ വെച്ചിട്ടാണ് നിങ്ങൾ ഈ റോസ് കളറിൽ കാണിച്ചിരിക്കുന്ന ഔട്ടർ ജാക്കറ്റ് നിർമ്മിക്കുന്നത്. PVC മെറ്റീരിയൽ ഓർ ടെഫ്ലോൺ. ഇൻസൈഡ് ജാക്കറ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കെവ്ലാർ സ്ട്രാൻഡ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ, കേബിൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇൻറ്റേർണലി ഇടയ്ക്കിടയ്ക്കുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് നോക്കിയാൽ ഇത് കാണാൻ നോക്കുക. അതിനും അകത്താണ്
ഈ ക്ലാഡിംഗ് ഉള്ളത്. പിന്നെ അതിന് ചുറ്റും പ്ലാസ്റ്റിക് ബഫർ വേറെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. കാരണം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ റോസ് കളറിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കെവ്ലാർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് മെറ്റീരിയലാണ്. ഓക്കെ, ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റിലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന, അപ്പം തന്നെ അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാകാൻ നോക്കും. ഓക്കെ, ദെൻ അതൊരു കുഷ്യൻ പോലെ ആക്ട് ചെയ്യും ഫൈബറിന്. അതുപോലെ തന്നെ ഫൈബർ ഏറ്റവും സെൻട്രലാണ് കാണുന്നത്, ക്ലാഡിങ്ങും അതിനകത്ത് കാണാൻ നോക്കും. ഇനി പലപ്പോഴും നമുക്ക് ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾ കമ്പ്യൂട്ടറിലേക്കൊക്കെ കണക്ട് ചെയ്യേണ്ടി വരും അല്ലേ? ഇത് വന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യണ്ടേ? അതിന് ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സാണ് നിങ്ങൾ SC കണക്ടർ, ST കണക്ടർ, പലതരത്തിലുള്ള കണക്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഫൈബർ ഒപ്റ്റിക് കേബിൾ കമ്പ്യൂട്ടറുകളിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കും. MT RJ കണക്ടർ, ഇതൊക്കെ പേര് ഓർത്തിരുന്നാൽ മതി. നമ്മൾ സാധാരണ രീതിയിൽ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ കണക്റ്റേഴ്സ് കാണാത്തത്. നിങ്ങൾ ട്വിസ്റ്റഡ് പെയറിൻ്റെ കണക്റ്റേഴ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പടമൊന്നും വരയ്ക്കാൻ ചോദിക്കത്തില്ല, ഇത് ഓർത്തിരിക്കണം. പക്ഷേ ബേസിക്കലി എന്താണ് ഫൈബർ ഒപ്റ്റിക്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ടൈപ്സ്, ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന SC സബ്സ്ക്രൈബർ ചാനൽ കണക്ടർ എന്നാണ് പറയുന്നത്. കേബിൾ TV നെറ്റ്വർക്കുള്ള ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് ഉപയോഗിക്കും. ഒരു പുഷ് പുൾ ലോക്കാണ്, അതായത് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് അതിനകത്തോട്ട് കൊടുത്തിട്ട് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് വീഴുകയും തിരിച്ച് പുള്ള് ചെയ്തിട്ട് ലോക്ക് റിമൂവ് ചെയ്ത് എടുക്കാവുന്ന ടൈപ്പ് കണക്റ്റേഴ്സാണ്. പിന്നെ ST കണക്ടർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ടിപ്പ് കണക്ടർ യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് കേബിൾ ടു നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. കമ്പ്യൂട്ടർ കണക്ടേഴ്സ് ആയിട്ടാണ് ST കണക്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇറ്റ് ഓൾസോ യൂസസ് എ ബയോനെറ്റ് ലോക്കിംഗ് സിസ്റ്റം. മോർ റിലയബിൾ ആണ് SCയെക്കായും ST. പിന്നെ MT RJ എന്ന് പറയുന്ന മറ്റൊരു കണക്ടറുണ്ട്. ഇത് ഏകദേശം RJ45, നമ്മുടെ ട്വിസ്റ്റഡ് പെയർ കേബിൾ കണക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ RJ45 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാപ്ടോപ്പിലേക്കൊക്കെ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ കേബിൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്ന അതിന് സമാനമായിട്ടുള്ള ഫൈബർ ഒപ്റ്റിക് കേബിളാണ്. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫൈബർ ഒപ്റ്റിക്. ഓക്കെ.